ഹലോ യൂട്യൂബേഴ്സ്, 4K ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു വൈഫൈ ക്യാമറയുടെ റിവ്യൂ ആൻഡ് അൺബോക്സിങ്. വൈഫൈ ക്യാമറ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഒരു വ്യക്തിക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്, നമ്മളെ പരിസരമൊക്കെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് നമ്മുടെ വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് 5V അഡാപ്റ്ററാണ്. ക്യാമറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 5V അഡാപ്റ്റർ. നമ്മൾ സാധാരണ മൊബൈൽ ചാർജറിന് യൂസ് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ തന്നെയാണ്. പിന്നീട് വരുന്നതാണ് USB ഡാറ്റ കേബിൾ, പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കേബിൾ. പിന്നെ മാനുവൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ. മെയിൻ ഐറ്റം വരുന്നത് വളരെ ചെറിയൊരു സാധനമാണ്. ഓക്കെ, ചെറുതാണെന്ന് പറഞ്ഞാൽ പുഷിക്കൊന്നും വേണ്ട. സംഭവം കുറഞ്ഞ അളവിൽ, കുറഞ്ഞ ചിലവിൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും നിഷ്പ്രയാസം നമുക്കൊരു വൈഫൈ ഒരു ക്യാമറ, ഒരു സെക്യൂരിറ്റി CCTV ക്യാമറ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇനി നോക്കാം. ഓക്കെ, ഇതിൽ വരുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്നതാണ് ചെറിയ മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു വൈഫൈ ക്യാമറയാണ്. ഇതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുക. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് ക്യാമറ ഓണാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്തോട്ട് റെക്കോർഡിങ് സ്റ്റാർട്ടാവും. ഓക്കെ, നമ്മുടെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. 64 GB വരെ നമുക്കിതിൽ സപ്പോർട്ടബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻസേർട്ട് ചെയ്യാം. ഇതിലോട്ട് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുക. നമുക്കിതിനെ പ്ലഗ് അടിക്കാം. ഓക്കെ, നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി ക്യാമറ നമുക്ക് എന്ത് ചെയ്യാം, ഫോണായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ എടുക്കുക. ശേഷം ഫോൺ എടുത്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഐഫോണിലോട്ടും ആൻഡ്രോയിഡിലോട്ടും ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ആൻഡ്രോയിഡാണ് എടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡിൽ എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം V380 എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, V380 ഈ മുകളിൽ കാണുന്ന V380 എസ് ആയാൽ മതി. എസ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക.
ശേഷം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക. ശേഷം വൈഫൈ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഐഡികൾ വരുന്നു. അതിൽ ഈ ക്യാമറേൻ്റെ ഒരു ഐഡി ഉണ്ട്, MV143 എന്ന് വെച്ചിട്ടുള്ള ഒരു ഐഡി ആയിരിക്കും വരിക. എല്ലാ ക്യാമറയ്ക്കും MV സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു IP ഞങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ക്യാമറയുടെ ഹോട്ട്സ്പോട്ടായിട്ട് നമ്മളെ ഫോണ്, ക്യാമറയിൽ നിന്ന് ഹോട്ട്സ്പോട്ടാണ് വരിക. ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുക ഫോൺ വഴി. ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തന്നെ ഇൻ്റർഫേസാണ് വരിക. ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രീനിലെ സെൻറ്ററിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് അടിയിലോട്ട് ഫുൾ ഡൗൺ ചെയ്ത് വലിച്ചു വിടുക. ഓക്കെ, ഇപ്പോൾ ക്യാമറ എന്തായിട്ടുണ്ട്, നമ്മുടെ സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനാണ് വരിക. നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്, നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ പാസ്വേഡ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പേരോ ഒരു നമ്പറോ രണ്ടും കൂടി മിങ്കിൾ ചെയ്ത് വരുന്ന രീതിയിലൊരു പാസ്വേഡ് കൊടുക്കാം. ഞാനിപ്പോൾ admin123 എന്നാണ് കൊടുക്കുന്നത്. കൺഫേം പാസ്വേഡും admin123 എന്ന് കൊടുക്കാം. ശേഷം കൺഫേം ചെയ്യാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, റീലോഗിൻ ചെയ്യുക, ടാപ്പ് ചെയ്യുക. ഓക്കെ, ക്യാമറ എനേബിൾ ആയിട്ടുണ്ട്. ഇനി ക്യാമറ ഒന്ന് കൺട്രോൾ ചെയ്യുക, മുന്നിലുള്ള സ്റ്റിക്കർ ഒന്ന് മാറ്റുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ പിറ്റി സെറ്റ് എന്ന ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. പാൻ ഓപ്ഷൻസാണ് ഇതിലോട്ട് വരുന്നത്. സൈഡിലോട്ട് 360 ഡിഗ്രിയും മുകളിലോട്ട് 90 ഡിഗ്രിയാണ് ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഫോൺ വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷനിലൂടെ ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2-way ഓഡിയോ സിസ്റ്റം ഉണ്ട്. അതായത് ക്യാമറേൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നമുക്ക് ഫോണിലും കേൾക്കാം, ഫോണിലൂടെ ക്യാമറയിലോട്ടും സംസാരിക്കാം. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ക്യാമറ ഓണാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിലൊരു ഓപ്ഷനാണ് ഹോൾഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പെർമിഷൻസ് എല്ലാം അലോ ചെയ്യാം. ശേഷം ഹോൾഡ് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതിലൂടെ ഹോൾഡ് ചെയ്തുകൊണ്ട് ക്യാമറയിൽ സൗണ്ട് വരും. ഓക്കെ, ഇനി ഫോണിലോട്ട് റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻസാണ് കാണിക്കുന്നത്. അതായത് ഫോണിൽ ജസ്റ്റ് കുറഞ്ഞ ടൈമിൽ നമുക്ക് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അത് റെക്കോർഡായിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ക്യാമറ ഓൺലൈൻ വഴി എങ്ങനെ കാണാനുള്ള സംഭവത്തിനകത്താണ്. നമുക്ക് പരിചിതമായിട്ട് സംഭവം ജിയോൻ്റെ വൈഫൈ ഡോങ്ങിൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ വൈഫൈ ക്യാമറ ഓൺലൈൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഷോപ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പുറത്ത് പോയി കാണാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനമാണ് ഓൺലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള അത്ര മെയിൻ ഇൻ്റർഫേസിലോട്ട് വരിക. ശേഷം സ്ക്രീനിന് തൊട്ട് താഴെയുള്ള സെറ്റിങ്സിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുക്കുക. അതിൽ AP മോഡ്, സ്റ്റേഷൻ മോഡ് എന്നുള്ള മോഡിൽ സ്റ്റേഷൻ മോഡിലേക്ക് ടിക്ക് ഇടുക. ശേഷം നിങ്ങൾ അവിടെ വെച്ചിട്ടുള്ള വൈഫൈ റേഞ്ചുകളെല്ലാം കാണിക്കും. ലോക്കൽ വൈഫൈ ഡിവൈസ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അവിടെ ലോക്കൽ വൈഫൈ പേരുകളെല്ലാം കാണിക്കും. ഓക്കെ, പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഏരിയയിലുള്ള വൈഫൈ റേഞ്ചുകളാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് RHF എന്നുള്ള വൈഫൈ ആണ്. എൻ്റെ ജിയോയുടെ വൈഫൈ നെയിമാണ്. ശേഷം RHF ടാപ്പ് ചെയ്ത് അതിൻ്റെ വൈഫൈ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പാസ്വേഡ് അടിച്ചു. ശേഷം സേവ് അടിക്കാം. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ യെസ് അടിക്കുക.
അടിച്ചതിന് ശേഷം ക്യാമറയിൽ നിന്നൊരു സൗണ്ട് വരും, കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അത് കണക്റ്റഡ് എന്ന് പറയുന്ന വരെ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് മതി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വൈഫൈ മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ക്യാമറ ആയിട്ടുള്ള വൈഫൈ ഫോണ് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മുടെ നെറ്റ്വർക്ക് ഓൺ ആക്കുക. ശേഷം മെയിൻ ഇന്റർഫേസിലോട്ട് വരിക. ഇനി ഫോണിൻ്റെ നെറ്റ്വർക്ക് നോക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ജിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഫോണ്. ശേഷം അതിൽ വെച്ചാണെങ്കിൽ നമ്മൾ കാണുന്നത് ടാപ്പ് ചെയ്യുക. ഓക്കെ, വർക്കിംഗ് ആണ്. ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഷോപ്പിൽ വെച്ചിട്ട് പുറത്ത് എത്ര കിലോമീറ്റർ പോയാലും നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ക്യാമറ നിരീക്ഷിക്കാവുന്നതാണ്. ഇതിനൊരു ഡിസ്റ്റൻസ് ഇല്ല, എത്രയും പോകുന്നതാണ്. എത്രയും കിലോമീറ്റർ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്ലേ ബാക്ക് കാര്യങ്ങളാണ്. അതായത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് തിരികെ കാണാവുന്ന മെമ്മറി കാർഡ് ഊരെടുക്കാറുണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിലായിട്ട് ഏറ്റവും അടിയിലായിട്ടുള്ള പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശേഷം സെലക്ട് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റാവുന്നതാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മുകളിലോട്ടും താഴോട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഡേറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കുകയാണ്. ശേഷം സെർച്ച് ഫയൽ അടിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും ടൈമിനുള്ളിൽ റെക്കോർഡായ ഫയൽസാണ്. ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഫയലാണ്. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് ഫയലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളിടുന്ന മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും പ്ലേ ബാക്കുകൾ ലഭിക്കുക. ഇതുപോലുള്ള പുതുപുത്തൻ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.